ഹലോ, നിങ്ങളൊരു ബിസിനസ് തുടങ്ങി കസ്റ്റമറെ കണ്ടെത്തി സെയിൽ കിട്ടുന്ന വരെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അതായത് നിങ്ങൾക്ക് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതിൽ പറയാൻ പോണത്. ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്ന ആൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഞാനിതിനെ ഈ വീഡിയോനെ 3 പാർട്ടായിട്ടാണ് തിരിച്ചേക്കുന്നത്. ഒന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ബിസിനസ് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നുള്ളത്. പാർട്ട് നമ്പർ 2 വന്നത് മാർക്കറ്റിംഗ് ആണ്. എങ്ങനെ കസ്റ്റമറെ കണ്ടെത്തണം, സെയിൽ നടത്തണം. ഇതാണ് പാർട്ട് നമ്പർ 2. പാർട്ട് നമ്പർ 3 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുത്താൻ പാടില്ലാത്ത അബദ്ധങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പാർട്ട് നമ്പർ 3 പറയണത്. നിങ്ങളിത് മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. പ്രത്യേകിച്ച് തുടക്കക്കാരായിട്ടുള്ളവർക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കസ്റ്റമറെ കിട്ടുന്ന വരെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പ്രാക്ടിക്കലി നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. എന്ത് ബിസിനസ് തുടങ്ങുമെന്ന് ചോദിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യമാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് പ്രൊഡക്റ്റും സർവീസും ഇറക്കണമെന്നുള്ളതാണ്. ആരെ സെർവ് ചെയ്യാനാണ് നമ്മൾ പ്രൊഡക്റ്റും സർവീസും ഇറക്കുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ വിജയിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. എന്ത് ബിസിനസ് തുടങ്ങുന്നല്ല, ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റും സർവീസും ഇറക്കുന്നത്. ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് കാണിച്ചു തരാം. ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാലുള്ള ഗുണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഉദാഹരണത്തിലൂടെ പറയാം. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ലോക്കൽ സിറ്റിയിലൊരു ഷോപ്പ് തുടങ്ങാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾ സിറ്റിയിൽ ജസ്റ്റ് ഒന്ന് കറങ്ങിയാണ്, എന്ത് ഷോപ്പ് തുടങ്ങും, എന്ത് ബിസിനസ് തുടങ്ങും, എവിടെയൊക്കെയാണ് റൂംസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇങ്ങനെ നിങ്ങൾ കറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ തലയിൽ പോകേണ്ടത് എന്ത് ബിസിനസ് തുടങ്ങുമെന്നല്ല, ഏത് വിഭാഗം കസ്റ്റമറെയാണ് ഞാൻ സെർവ് ചെയ്യാൻ പോണത്, ഏത് വിഭാഗം ആളുകളെയാണ് സെർവ് ചെയ്യാൻ പോണത്, അതിനനുസരിച്ച് നിങ്ങൾ സെർച്ച് ചെയ്യാം. അങ്ങനെ സെർച്ച് ചെയ്യാൻ നേരത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ ഗാർമെൻറ്റ് മേഖലയോട് താല്പര്യമുണ്ട്, തുണി വിൽക്കാനുള്ള താല്പര്യം നിങ്ങൾക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏത് വിഭാഗം ആളുകൾക്കാണ് ഡ്രസ്സ് വിൽക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ സെർച്ച് ചെയ്യുക. ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാത്ത എന്തെങ്കിലും ഒരു സെഗ്മെൻറ്റ് നമുക്ക് പിടിക്കാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളങ്ങനെ സെർച്ച് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ കാണും, ചെറിയ പെൺകുട്ടികൾക്കുള്ള 4 വയസ്സിനും 10 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള പെൺകുട്ടികൾക്കുള്ള ഉടുപ്പ് വിൽക്കുന്ന നല്ല ഷോപ്പുകളൊന്നും നിങ്ങളുടെ സിറ്റിയിലില്ല. പല ഷോപ്പുകളും ഉണ്ട്, പലയിടത്തും മിക്സഡ് ആയിട്ടൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ സാധനമൊക്കെ കിട്ടാനുണ്ട്. പക്ഷേ ഇവരെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തുകൊണ്ട് ഇവർക്ക് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്യണ ഒരു ഷോപ്പും അവിടെ ഇല്ല. അപ്പം നിങ്ങൾക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റിയാണത്. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെറിയൊരു വിഭാഗം കസ്റ്റമറെ സെലക്ട് ചെയ്യാൻ നേരത്ത് നമുക്കൊരു ക്ലാരിറ്റി വരെയാണ്. ചെറിയ വിഭാഗം കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എടുത്തേക്കണത് 4 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള പെൺകുട്ടികളാണ്. അപ്പോൾ ആരെയാണ് നമ്മൾ സെർവ് ചെയ്യാൻ പോണേന്നുള്ള ആ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടി. ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഓരോ പ്രോബ്ലംസും സോൾവ് ചെയ്ത് വന്നത് നിങ്ങൾ കണ്ടോ. ഈ ഒരു പ്രായത്തിലുള്ള ആളുകളെ നമുക്ക് കിട്ടുകയാണ്. ഇനി നമുക്ക് തീരുമാനിക്കാം എന്ത് പേര് കൊടുക്കണം. പേര് കൊടുക്കാൻ നേരത്ത് പലപ്പോഴും നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള പേരുകൾ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. അതായത് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു പേര് കൊടുക്കുകയാണെങ്കിൽ കസ്റ്റമേഴ്സിന് ഒരു കണക്ഷൻ കിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് ചെറിയ പെൺകുട്ടികളുടെ ഡ്രസ്സാണെങ്കിൽ നമ്മൾ മെയ്ഡപ്പ് നെയിമുകളൊന്നും കൊടുക്കാതെ ഇപ്പോൾ എന്താ പറയുക, ലിറ്റിൽ മിസ് ഡ്രസ്സെന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. ലിറ്റിൽ മിസ്സിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സിൻ്റെ ഷോപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ബ്രാൻഡ്, ഭാവിയിൽ നിങ്ങൾക്കൊരു ബ്രാൻഡായിട്ട് മാറാൻ ആഗ്രഹമുണ്ടെങ്കിൽ. എന്നിട്ട് നിങ്ങൾക്ക് അതിനൊരു സ്ലോഗൻ കൊടുക്കാം. സ്ലോഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിലാണോ നമ്മൾ ഫോക്കസ് ചെയ്തേക്കണേ അതിനടിസ്ഥാനമായിട്ടൊരു സ്ലോഗൻ കൊടുക്കണം. സ്ലോഗൻ വേണ്ടേ എന്ന് കരുതി ഒരു സ്ലോഗൻ കൊടുക്കാതെ നമ്മൾ ആ ഷോപ്പിന് അതിൻ്റെ ബ്രാൻഡ് നെയിമിന് തൊട്ട് താഴെയായിട്ട് എന്താണ് നമ്മൾ ചെയ്യണേന്നുള്ള കാര്യം നിങ്ങൾ വിശദീകരിക്കുക. ഉദാഹരണത്തിന് ഒൺലി ഫോർ ലിറ്റിൽ ഗേൾസ് ഡ്രസ്സെന്നോ അങ്ങനെ എന്തെങ്കിലും അവർക്ക് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്തേക്കണ ഒരു സ്ലോഗൻ നിങ്ങൾ കൊടുക്കാം. ഇപ്പോൾ ലിറ്റിൽ മിസ് ഡ്രസ്സിന് ആ ഒരു ബ്രാൻഡ് നെയിമിന് അതിൻ്റെ തൊട്ട് താഴെ അതിനോട് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ലോഗൻ നിങ്ങൾ കൊടുക്കാം. ഇങ്ങനെ ചെയ്യാൻ നേരത്തുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ബ്രാൻഡ് നെയിം ഇറ്റ്സെൽഫ്, ബ്രാൻഡ് നെയിം തന്നെ നിങ്ങൾക്കൊരു പരസ്യമാണ്. ആ കാൽനടക്കാർ, അതുപോലെ തന്നെ ബസ് റൂട്ടുള്ള സ്ഥലത്താണ് നിങ്ങൾ ഷോപ്പ് എടുത്തേക്കണമെങ്കിൽ ആ കാണുന്ന ഐബോൾസ് എല്ലാം, ആ കാണുന്ന കാഴ്ചക്കാരെല്ലാം പെട്ടെന്ന് തന്നെ അവരുടെ ബ്രെയിനിലേക്ക് ഒരു കണക്ഷൻ വരും. ഓക്കെ, ലിറ്റിൽ മിസ്സിന് വേണ്ടിയിട്ടുള്ള, ചെറിയ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷോപ്പാണ്, അതിൽ സ്പെഷ്യലൈസ് ചെയ്തേക്കണെയാണെന്നുള്ളൊരു കണക്ഷൻ അവിടെ കിട്ടുകയാണ്. ഇതാണ് നമ്മൾ ആരെയാണ് സെർവ് ചെയ്യുന്നത്, ഏത് വിഭാഗം കസ്റ്റമറെയാണ് സെർവ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ തുടക്കം തന്നെ ഫിക്സ് ചെയ്താലുള്ള ഗുണം ഇതാണ്. നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കും. നിങ്ങൾ ബ്രാൻഡ് നെയിം ഫിക്സ് ചെയ്തു, സ്ലോഗൻ ഫിക്സ് ചെയ്തു, ഏത് വിഭാഗം ആളുകളെ സെർവ് ചെയ്യണമെന്ന് ഫിക്സ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് സ്റ്റോക്കാണ്. ഇനി ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് അന്വേഷണം തുടങ്ങാം. ചെറിയ പെൺകുട്ടികളുടെ ഉടുപ്പ് ഏത് മാർക്കറ്റിൽ കിട്ടും? ഇന്ത്യ വലിയൊരു രാജ്യമാണ്. ഈ വലിയ രാജ്യത്ത് നമ്മൾ എവിടെ പോയി ഡ്രസ്സ് എന്ന് പറഞ്ഞത് തപ്പും. അപ്പോൾ നമ്മൾ ഒരു ടാർഗറ്റ് ഓഡിയൻസിനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവരെ സ്പെഷ്യലൈസ് ചെയ്തേക്കണം ചിലപ്പോൾ ഏതെങ്കിലും ഒരു സംസ്ഥാനമായിരിക്കും.
ആ സംസ്ഥാനത്തിലെ ഏതെങ്കിലും ഒരു ജില്ലയിലായിരിക്കും കൂടുതൽ കാര്യങ്ങൾ നടക്കണം ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇതിനനുസരിച്ച് കണക്റ്റഡായിട്ട് നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. തുടക്കം തന്നെ ഫിക്സ് ചെയ്യുക ആരെയാണ് സെർവ് ചെയ്യുന്നത് എന്നുള്ളത്. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്, മാർക്കറ്റിംഗ്. അതായത് എങ്ങനെ നമ്മൾ ഷോപ്പ് തുടങ്ങിയിട്ടിട്ട് കാര്യമില്ല, കസ്റ്റമേഴ്സ് അതിൻ്റെ അകത്തേക്ക് വന്നു, കസ്റ്റമറെ കണ്ടെത്തി എങ്ങനെ സെയിൽ നടത്തും, മാർക്കറ്റിംഗ് എന്നുള്ള സെക്ഷനിലേക്ക് നമ്മൾ വന്നത്. ഇവിടെയാണ് ശരിക്കും ഈ മാർക്കറ്റിങ്ങിൻ്റെ സെക്ഷനിലാണ് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റും സർവീസും വിൽക്കുന്നത് എന്ന് തുടക്കം തന്നെ ഫിക്സ് ചെയ്താലുള്ള ഗുണം ഈ മാർക്കറ്റിങ്ങിൻ്റെ സെക്ഷനിലാണ്. ഞാൻ വിശദീകരിക്കാം. അതായത് ഇപ്പോൾ നമ്മളുടെ 4 വയസ്സിനും 10 വയസ്സിനും അടുക്ക് പ്രായമുള്ള പെൺകുട്ടികളുടെ ഡ്രസ്സാണ് നമ്മൾ വിൽക്കുന്നത്, അല്ലെങ്കിൽ ആ ബ്രാൻഡായിട്ട് മാറാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് വരുമാനം എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ ഡിസിഷൻ മേക്കർ യൂസറല്ല, ഈ ഡ്രസ്സ് യൂസ് ചെയ്യുന്ന ആളല്ല അവിടെ ഡിസിഷൻ എടുക്കണേ, മറിച്ച് പെൺകുട്ടിയുടെ പേരൻസ് ആയിരിക്കും. ഈ പെൺകുട്ടിയുടെ പേരൻസിൽ ആരായിരിക്കും കൂടുതൽ ഡിസിഷൻ എടുക്കണം ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ? സ്വാഭാവികമായിട്ടും അമ്മയായിരിക്കും ഡിസിഷൻ മേക്കർ. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ പരസ്യം ചെല്ലേണ്ടത് അമ്മയിലേക്കാണ്, പെൺകുട്ടിയുടെ അമ്മയിലേക്കാണ് പരസ്യം ചെല്ലേണ്ടത്, പെൺകുട്ടിക്കല്ല പരസ്യം പോകേണ്ടത്. നമ്മളുടെ മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് ചെന്നെത്തേണ്ടത് പേരൻസിലേക്കാണ്. പേരൻസിൽ തന്നെ അമ്മയുടെ അടുത്താണ് പരസ്യം കൃത്യമായിട്ടും ചെല്ലേണ്ടത്. ഇതാണ് നമ്മളുടെ മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് കംപ്ലീറ്റ് നമുക്ക് ഈ ആരാണ് നമ്മൾ സെർവ് ചെയ്യണത്, ഏത് ഓഡിയൻസിനെയാണ് സെർവ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഫിക്സ് ചെയ്താലുള്ള ഗുണമാണ്. ഇപ്പോൾ നമ്മൾ പെൺകുട്ടിയുടെ അമ്മയിലേക്ക് പരസ്യം ചെല്ലണം. അധിക സമയം പെൺകുട്ടികളുടെ ഡ്രസ്സ് അവിടെ ഡിസിഷൻ മേക്കർ എന്ന് പറഞ്ഞാൽ അമ്മയായിരിക്കും. അപ്പോൾ അമ്മയിലേക്ക് പരസ്യം ചെല്ലണം. ഓക്കെ, പരസ്യം എവിടെ കൊടുക്കും? പരസ്യം നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ചെയ്യാം. കാരണം ഇവരെല്ലാം സോഷ്യൽ മീഡിയയിലുണ്ട്. സോഷ്യൽ മീഡിയയിൽ നമുക്ക് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ പരസ്യം ഈ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആര് പരസ്യം കണ്ടാലാണ് ഈ ഇത് വിറ്റ് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺവേർഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്നത് പെൺകുട്ടിയുടെ അമ്മ പരസ്യം കാണുമ്പോഴാണ്. കാരണം അവിടെ ഡിസിഷൻ മേക്കർ യൂസറായിട്ടുള്ള പെൺകുട്ടിയല്ല, മറിച്ച് പെൺകുട്ടിയുടെ അമ്മയാണ്. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കും, എന്ത് പ്രായം ഉണ്ടാവും അമ്മയ്ക്ക്? 4 വയസ്സിനും 10 വയസ്സിനും അടുക്ക് പ്രായമുള്ള ഒരു പെൺകുട്ടിയുള്ള അമ്മയ്ക്ക് സ്വാഭാവികമായിട്ടും ഒരു 25 വയസ്സിനും 40നും ഇടയ്ക്കായിരിക്കും പ്രായം ഉണ്ടാവാം. നമ്മളൊരു പേപ്പറിൽ എഴുതാം 25നും 40നും ഇടയ്ക്ക് പ്രായമുള്ളത് അമ്മ. അപ്പോൾ ജെൻഡർ സ്ത്രീയാണ്, സ്ത്രീന്ന് നമ്മൾ എഴുതുന്നു, ജെൻഡർ നമ്മൾ ഫിക്സ് ചെയ്തു. ഇനി അതുപോലെ തന്നെ മാരിറ്റൽ സ്റ്റാറ്റസ്, അതായത് വിവാഹം കഴിഞ്ഞതാണോ അല്ലേ? തീർച്ചയായിട്ടും അമ്മയാണ്, അപ്പോൾ വിവാഹം കഴിഞ്ഞതാണ്, അപ്പോൾ മാരീഡാണ്, അത് നമ്മളൊരു സ്ഥലത്ത് എഴുതി. ഇനി അടുത്തത് വരാൻ പോണത് ലൊക്കേഷനാണ്. ഏത് ലൊക്കേഷനിലാണ് നമ്മൾ പരസ്യം കൊടുക്കേണ്ടത്? സ്വാഭാവികമായിട്ടും നമ്മളുടെ ഒരു ലോക്കൽ ഷോപ്പാണ്, അപ്പോൾ ആ ഒരു പരിസരത്ത് നമ്മൾ കൊടുത്താൽ മതി. 5-10 കിലോമീറ്ററിന് ചുറ്റളവിൽ നിങ്ങൾക്ക് പരസ്യം കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നമ്മൾ ഫിക്സ് ചെയ്യുക. ഇതെല്ലാം പേപ്പറിൽ എഴുതിയതിന് ശേഷം നിങ്ങൾ ടാർഗറ്റഡ് ആയിട്ടുള്ള പരസ്യം ഫേസ്ബുക്കിൽ നിങ്ങൾ റൺ ചെയ്യുക. ഇത് ചെയ്യണമെങ്കിൽ ഈ പരസ്യം ഇങ്ങനെ കൃത്യമായിട്ട് ടാർഗറ്റഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒന്നാമത്തെ ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തിയിരിക്കണം. ഏത് വിഭാഗം കസ്റ്റമറെയാണ് നമ്മൾ പ്രൊഡക്റ്റിലൂടെയും സർവീസിലൂടെയും സേവിക്കാൻ പോണത്? ആ ഒരു വിഭാഗം കസ്റ്റമറെ കിട്ടിയാലാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എവിടെ കിട്ടും, എവിടെ നിന്ന് പ്രൊഡക്റ്റ് എടുക്കണം, എന്ത് ബ്രാൻഡ് നെയിം കൊടുക്കണം, ആരെ ടാർഗറ്റ് ചെയ്യണം, ടാർഗറ്റ് ചെയ്യേണ്ട ആളുടെ പ്രായം എത്രയാണ്, അവരുടെ ജെൻഡർ എത്രയാണ്, അവരെവിടെയാണ് ഉള്ളത്, എവിടെ പരസ്യം കൊടുത്താലാണ് കാണുക, അവരുടെ ഭാഷ ഏതാണ്, അവരുടെ ലൊക്കേഷൻ ഏതാണ്, ഇതെല്ലാം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പറ്റണത് ടാർഗറ്റഡ് മാർക്കറ്റിനെ നമ്മൾ അങ്ങോട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിത്തെ കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പരസ്യം അമ്മയിലേക്ക് എത്തും. സ്വാഭാവികമായിട്ടും ഈ ചെറിയ പെൺകുട്ടിയുള്ള ഒരു അമ്മ അടുത്ത തവണ ആ ലൊക്കേഷനിൽ ഓൾറെഡി അങ്ങനെ ഒരു പ്രോബ്ലം എക്സിസ്റ്റിങ്ങിലാണ്, അങ്ങനെ ഒരു പ്രോബ്ലം ആ ഒരു ലൊക്കേഷനിലുണ്ട്. അതാണ് നമ്മൾ തുടക്കം തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചത് ആരെയാണ് നമ്മൾ സെർവ് ചെയ്യാൻ പോകണമെന്നുള്ളത്. കാരണം ഈ അമ്മ ഓൾറെഡി ആ സിറ്റിയിൽ വന്നിട്ടുണ്ടായിരിക്കണം, വേണ്ടത്ര കളക്ഷൻ ഇല്ലാത്തതുകൊണ്ട് മടങ്ങി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഉള്ളത് വെച്ച് തൃപ്തിപ്പെട്ട് അത് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഒരു പ്രോബ്ലം എക്സിസ്റ്റിങ്ങിലുണ്ട്. അപ്പോൾ ഈ പരസ്യം ഇവരിലേക്ക് ചെല്ലാൻ നേരത്ത് അടുത്ത തവണ എന്തായാലും നിങ്ങളുടെ അടുത്തുനിന്ന് വന്നിട്ട് ഈ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. ആ പരിസരത്തുള്ള നിങ്ങളുടെ ഷോപ്പുമായി ബന്ധപ്പെട്ട ആ പരിസരത്തുള്ള ഏതെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടോ? ഈ ചെറിയ പെൺകുട്ടിയുള്ള അമ്മ കാണാൻ സാധ്യതയുള്ള ഏതെങ്കിലും യൂട്യൂബേഴ്സ്, ഇൻസ്റ്റാഗ്രാമേഴ്സ്, ഇവരെല്ലാം ഉണ്ടോ എന്ന് നമ്മൾ സെർച്ച് ചെയ്യാം. ഇത്തരം വിഭാഗത്തിലുള്ള ആളുകളെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വല്ല കുക്കിംഗ് ചാനലുകൾ, അമ്മമാർ സാധാരണ കാണാൻ സാധ്യതയുള്ളൊരു ഇതാണ് കുക്കിംഗ് ചാനലുകൾ. പിന്നെ ചെറിയ കുട്ടികളുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചാനൽസ് ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ടാവും. പിന്നെ അങ്ങനെ പല പല കാര്യങ്ങൾ, ഫാഷൻ ചാനലുകൾ കാണാൻ സാധ്യതയുണ്ടാവും, മേക്കപ്പ് ട്യൂട്ടോറിയൽസ്, അങ്ങനത്തെ ചാനലുകൾ കാണാൻ സാധ്യതയുണ്ടാവും. അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട് ഇവിടെയെല്ലാം നമുക്ക് പരസ്യം കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ
ആരെയാണ് നമ്മൾ സെർവ് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം ഫിക്സ് ചെയ്താലേ പറ്റൂ. പിന്നെ അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് സ്വന്തമായിട്ട് നിങ്ങൾ തന്നെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ, എല്ലാ സോഷ്യൽ മീഡിയയിലും യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിൽ നിങ്ങളൊരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ആ ബ്രാൻഡ് നെയിം തന്നെ കൊടുക്കുക. പേജിന് നിങ്ങളുടെ ബ്രാൻഡ് നെയിം തന്നെ കൊടുക്കുക. പുതിയ കളക്ഷൻസ് എല്ലാം നിങ്ങൾ റീൽസായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് റീൽസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ 3 രീതിയിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഈ മാർക്കറ്റിംഗ് കൃത്യമായിട്ട് നടക്കണമെങ്കിൽ നമ്മളുടെ ടാർഗറ്റഡ് ഓഡിയൻസ് ആരാണെന്നുള്ളത് തുടക്കം മുതലേ ഫിക്സ് ചെയ്യണം. ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പിടിച്ചുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്തു വരാനായിട്ട് സാധിക്കും. ഇനി ഈ പാർട്ടിൽ ഞാൻ പറയാൻ പോണത് വരുത്താൻ പാടില്ലാത്ത അബദ്ധങ്ങളാണ്. വരുത്താൻ പാടില്ലാത്ത ഒന്നാമത്തെ അബദ്ധം എന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയാണ് സെർവ് ചെയ്യുന്നത് എന്നറിയാതെ കാര്യങ്ങൾ ചെയ്യലാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടാർഗറ്റഡ് ഓഡിയൻസിനെ ഫിക്സ് ചെയ്തില്ലെങ്കിൽ ഒരു താക്കോൽ ഉണ്ടാക്കിയിട്ട് അത് തുറക്കാനുള്ള താഴെ അന്വേഷിച്ച് നടക്കണ പോലെയാണ്. എത്രമാത്രം താഴുകളുണ്ട്. എന്നാൽ ഒരു താഴ് നമ്മുടെ അടുത്ത് ഓൾറെഡി ഫിക്സഡ് ആയിട്ടുണ്ടെങ്കിൽ ഈ താഴിനുള്ള താക്കോൽ ഉണ്ടാക്കുന്ന പ്രശ്നം മാത്രമാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടതുള്ളൂ. താഴ് നമ്മുടെ ഫിക്സഡ് ആണ്. താഴെന്ന് പറഞ്ഞാൽ ഇവിടെ മാർക്കറ്റാണ്. ഏത് വിഭാഗം ഓഡിയൻസിനെയാണ് സെർവ് ചെയ്യുന്നത് അതാണ് താഴ്. താക്കോൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ. ഇനി ഇത് സ്യൂട്ടാവുമെന്ന് മാത്രം നോക്കിയാൽ മതി. പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് കൃത്യമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബിസിനസ് തീർച്ചയായിട്ടും വിജയിക്കും. അതിക്ക് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത്, ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് മാർക്കറ്റ് നമ്മൾ ഫിക്സ് ചെയ്യണം, ആ താഴ് ഫിക്സ് ചെയ്യണം. അതിനനുസരിച്ചാണ് നമ്മൾ താക്കോൽ ഉണ്ടാക്കേണ്ടത്. ചിലപ്പോൾ ആദ്യത്തെ പ്രൊഡക്റ്റോ കളക്ഷനോ ചിലപ്പോൾ വിറ്റ് പോയിക്കൊള്ളണമെന്നില്ല. നമുക്കത് ചേഞ്ച് ചെയ്യാം. പ്രോബ്ലം കളക്ഷനിലാണ്, മാർക്കറ്റ് നമ്മുടെ ഫിക്സഡ് ആണ്. ഇനി അടുത്ത പ്രൊഡക്റ്റ് കൊണ്ടുവരാം, അടുത്ത സർവീസ് കൊണ്ടുവരാം. എപ്പോഴാണോ ഇത് ഫിക്സ് ആവണം അവിടെ വരെ നമുക്ക് എക്സ്പെരിമെൻറ്റുകൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ടാർഗറ്റഡ് മാർക്കറ്റ് നമ്മൾ ഫിക്സ് ചെയ്യണം. ഇല്ലെങ്കിൽ ബ്രാൻഡ് നെയിം എന്തെടുക്കണമെന്ന് നമുക്കറിയില്ല, എന്ത് ശ്ലോകം കൊടുക്കണമെന്ന് അറിയില്ല, എന്താണ് ഈ വിഭാഗത്തിൻ്റെ ഇമോഷൻ എന്ന് അറിയില്ല, ഇന്ത്യയിൽ എവിടെ പോയി ഇത് തപ്പി കണ്ടുപിടിക്കുമെന്ന് അറിയില്ല. മാർക്കറ്റിംഗ് ചെയ്യണം. തീർച്ചയായിട്ടും കസ്റ്റമർ വന്നെങ്കിൽ മാർക്കറ്റിംഗ് ചെയ്യണം. നമ്മൾ കട പണിതിട്ടിട്ട് കാര്യമില്ല, ബ്രാൻഡ് തുടങ്ങിയിട്ട് കാര്യമില്ല. മാർക്കറ്റിംഗ് ചെയ്യണമെങ്കിൽ ഇവരെ ടാർഗറ്റ് ചെയ്യണം. ഏത് വിഭാഗത്തെ ടാർഗറ്റ് ചെയ്യണം? യൂസറാണോ ഈ പരസ്യം കാണാൻ യൂസർ തന്നെയാണോ ഡിസിഷൻ എടുക്കണേ, അതോ യൂസറുടെ ആരെങ്കിലും ആണോ ഡിസിഷൻ എടുക്കുന്നത്? ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. എവിടെ പരസ്യം കൊടുക്കണമെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. എത്ര തവണ, എത്ര ഫ്രീക്വൻസിയിൽ, ഏത് ലൊക്കേഷനിൽ പരസ്യം കൊടുക്കണം, ഇതൊന്നും നമുക്കറിയില്ല. നമ്മൾ ജസ്റ്റ് ഒരു പുകമറയായിട്ട് ഒരു താക്കോൽ നമ്മുടെ അടുത്ത് കിട്ടിയിട്ടുണ്ട്, ഇനി ഇത് തുറക്കാൻ പറ്റിയ താഴെ അന്വേഷിച്ച് നടക്കുന്ന രീതിയിൽ നമ്മളിങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുകയുള്ളൂ. അപ്പോൾ താഴെ ആദ്യം ഫിക്സ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഇവിടെ വരുത്താൻ സാധ്യതയുള്ള മറ്റൊരു മിസ്റ്റേക്കാണ്, നിങ്ങൾ നല്ല രീതിയിലെല്ലാം സെയിൽ വരാൻ നേരത്ത് സ്വാഭാവികമായിട്ടും ചില ആളുകൾ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കും, ചെറിയ പെൺകുട്ടികളുടെ ഡ്രസ്സാണല്ലോ നിങ്ങൾ വിൽക്കുന്നത്, അവിടെ ചുരിദാറുണ്ടോ, നെയ്റ്റി ഉണ്ടോ, സാരി ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇത് കണ്ടിട്ട് നിങ്ങൾ കുറച്ച് നെയ്റ്റി എടുത്ത് വെക്കും, കുറച്ച് ചുരിദാർ എടുത്ത് വെക്കും. ഇവിടെ വന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒറിജിനൽ ഐഡിയ എന്നുള്ള ഡീവിയേഷനാണത്. ഒറിജിനൽ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻറ്റൻറ്റഡ് ആയിട്ടുള്ള ടാർഗറ്റഡ് ഓഡിയൻസ് ആയിട്ടുള്ള 4 മുതൽ 10 വയസ്സ് വരെ പ്രായമുള്ള പെൺകുട്ടികൾക്കാണ് നമ്മൾ പ്രൊഡക്റ്റ് വിൽക്കുന്നത്. അപ്പോൾ ആരൊക്കെയോ വന്ന് ചോദിച്ചു എന്ന് പറഞ്ഞ് നമ്മളവിടെ നെയ്റ്റിയും ചുരിദാറും എല്ലാം തിരികെ കയറ്റി വെക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ആ സ്പെഷ്യാലിറ്റി നഷ്ടപ്പെടുകയാണ്. നമ്മളുടെ ഒരു സവിശേഷത ഉണ്ടല്ലോ, നമ്മൾ സ്റ്റാൻഡ് ചെയ്യണത് ഏത് ബ്രാൻഡ് എന്നുള്ള രീതിയിലാണ്, ചെറിയ പെൺകുട്ടികളുടെ ഡ്രസ്സ് എന്നുള്ള രീതിയിലാണ്. നമ്മളുടെ സ്പെഷ്യാലിറ്റി അവിടെ നിന്ന് നഷ്ടപ്പെടും. എല്ലാം കൂടി ഇതിൻ്റെ ഇടയിലേക്ക് നമ്മൾ തിരികെ വെക്കാൻ നേരത്ത്. ഇപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, അപ്പോൾ അവർ വന്ന ആളുകൾ മടങ്ങി പോകില്ലേ എന്നൊരു ചോദ്യം ഇവിടെ വന്നേക്കാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമർ അല്ല തിരിച്ചു പോയത്, മറിച്ച് നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാതെ വന്ന ഒരു വിഭാഗം ആളുകളാണ് തിരിച്ചു പോയത്. അവരൊരിക്കലും നമ്മളുടെ ടാർഗറ്റഡ് മാർക്കറ്റ് അല്ല. നമ്മൾ അവരെ ലക്ഷ്യം വെച്ചൊന്നും തുടങ്ങിയിട്ടില്ല. നമ്മൾ തുടങ്ങിയേക്കണത് 4 മുതൽ 10 വയസ്സ് വരെ പ്രായമുള്ള പെൺകുട്ടികളുടെ ഡ്രസ്സാണ്, ചുരിദാർ നെയ്റ്റി അല്ല നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് മടങ്ങി പോകുന്ന ആളുകളെ ഓർത്ത് വറി ചെയ്യേണ്ട കാര്യമില്ല, കാരണം അവരല്ലല്ലോ നമ്മളുടെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസ്. ഇപ്പോൾ റോൾസ് റോയ്സ് ഒരു സൈക്കിൾ നാളെ ഇറക്കുകയാണ്, 5000 രൂപ വിലയിട്ടൊരു സൈക്കിൾ ഇറക്കുകയാണ്. അത് വിറ്റ് പോകും, ആളുകൾ വാങ്ങും, ലാഭം കിട്ടും, ഇതെല്ലാം ചെയ്യും. പക്ഷേ അവിടെ എന്താ പ്രശ്നം? എന്തുകൊണ്ട് അവർ ഇറക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒറിജിനൽ ഐഡിയ എന്നുള്ള ഡീവിയേഷനാണത്. അതായത് അവർ ഫിക്സ് ചെയ്തൊരു മാർക്കറ്റ് ഉണ്ട്, അവർ സെർവ് ചെയ്യാൻ ഉദ്ദേശിച്ചൊരു ടാർഗറ്റഡ് ഓഡിയൻസ് ഉണ്ട്, റിച്ച് ആയിട്ടുള്ള ആളുകൾ, സൊസൈറ്റിയിലെ ഹൈ ക്ലാസ്സിൽ റിച്ച് ആയിട്ടുള്ളവർക്ക് കാർ ഇറക്കുന്ന ഒരു കമ്പനിയാണ് റോൾസ് റോയ്സ്. അപ്പോൾ അവർ നാളെ പോയി ഒരു ലോക്കൽ 5000 രൂപയുടെ സൈക്കിൾ ഇറക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആളുകൾ വാങ്ങും. പക്ഷേ ആ ഒറിജിനൽ ഐഡിയയിൽ അവർ ടാർഗറ്റ് ചെയ്ത ആ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ അവരോടുള്ള മതിപ്പ് നഷ്ടമാവും. അങ്ങനെ മതിപ്പ് നഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മുമ്പിട്ട വിലയിൽ ഈ സാധനം വിറ്റ് പോകുമെന്നുള്ളത് സംശയമാണ്. കാരണം എല്ലാവരുടെ അടുത്തും റോൾസ് റോയ്സ് ആണ്, സൈക്കിളിൻ്റെ മേളിൽ നിന്ന് ആ സാധനം ഇങ്ങനെ പൊങ്ങി വരെയാണ് അവരുടെ ലോഗോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതിപ്പ് നഷ്ടപ്പെടും. അപ്പോൾ രണ്ടും കൂടി നമ്മൾ പിടിക്കാൻ നോക്കാൻ നേരത്ത്
നമ്മളുടെ ഒറിജിനൽ ഐഡിയയിൽ നിന്ന് ഡീവിയേഷൻ സംഭവിക്കും. ഏതെങ്കിലും ഒരു വിഭാഗം കസ്റ്റമറെ നമുക്ക് നഷ്ടമാവും. തുടക്കം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ഐഡിയ ഉണ്ടല്ലോ, നിങ്ങളുടെ തലേന്ന് ആദ്യം എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കുക. ഏതെങ്കിലും ഒരു ചെറിയ വിഭാഗത്തിനെ സർവ് ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിക്കൂ, അതിനുള്ള റിസോഴ്സസേ നമ്മുടെ അടുത്തുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏതെങ്കിലും ചെറിയൊരു വിഭാഗത്തിനെ നിങ്ങൾ കണ്ടെത്തുക, അത് ഫിക്സ് ചെയ്യുക, അതിനെ പിടിച്ചുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുക. ഈ രീതിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബിസിനസ് വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുപോലെയുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.